പാഠം 676. ഒരു മനുഷ്യസ്നേഹിയുടെ കഥ. ചായ. അമ്മാവന് ചായ കൊടുത്തു. ചായയായിട്ട് ഞാൻ ചെന്നതാ. അപ്പൊ ഭയങ്കര പ്രാർത്ഥന. അതെയോ? ഇതിലെ പ്രാർത്ഥന എന്നൊന്നും പറഞ്ഞാ പോരാ, ഭയങ്കര പ്രാർത്ഥന. മോഹനേട്ടൻ പോലും ഇങ്ങനെ കടുപ്പത്തി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരേ സമയം മൂക്കറ്റം കള്ളുകൂടി പിന്നെ പ്രാർത്ഥന. ഇതെന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതിപ്പോ ഇന്നലെ അമ്മാവൻ കള്ളു കുടിച്ചു എന്നുള്ള നേരാ. പക്ഷേ രാത്രിയിൽ ഞാൻ വഴക്ക് പറഞ്ഞപ്പോ അമ്മാവൻ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ടോ? മോനേഷ, ഇനി ഞാൻ ഒരു തുള്ളി കള്ളു പോലും കുടിക്കില്ല എന്ന്. അത് ലോകത്തുള്ള സകല കുടിയന്മാരും പറയുന്നൊരു ന്യായവാ. വെള്ളം അടിച്ച് 4 കാലം വീട്ടിൽ കയറി വരും, ഭാര്യ ചീത്ത വിളിക്കും, തല്ലും, ബോധം കെട്ട് കിടത്തുറങ്ങും. എന്നിട്ട് രാവിലെ എഴുന്നിട്ട് സോറിയോട് സോറി, ഇനി ഒരു തുള്ളി പോലും കുടിക്കില്ല സത്യം ചെയ്യും. എന്നിട്ടെന്താ പിന്നെയും കുടിക്കും. അതുപോലല്ല അമ്മാവൻ. ഇന്നലെ അമ്മാവൻ ക്ഷമ പറഞ്ഞപ്പോഴേ എനിക്കറിയാമായിരുന്നു അത് ഭയങ്കരമായ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാണെന്ന്. മോഹനേട്ടൻ അല്ലേലും അങ്ങനെ പറയൂല്ലോ. മോഹനേട്ടന്റെ അമ്മാവനല്ലേ. എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കാൻ മോഹനേട്ടൻ ബാധ്യസ്ഥനാ. എന്റെ ബന്ധുക്കൾ ആരെങ്കിലും ആയിരുന്നു ഇത് ചെയ്തിരുന്നെങ്കിൽ എന്റെ ഈശ്വര എന്തൊക്കെ ഇവിടെ നടന്നേനെ. പറയുന്ന കേട്ടാ അങ്ങനെ ഒന്നും നടന്നിട്ടില്ലാന്ന് തോന്നുമല്ലോ. നിന്റെ ആങ്ങളയെ പണ്ട് കുടി നിർത്തിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ട് നിർത്തി എനിക്ക് ഓർമ്മയുണ്ടോ? അവൻ കുടി നിർത്തിയില്ല എന്ന് മാത്രമല്ല, അവൻ കുടിച്ചതിന്റെ പേരിലുള്ള സകല നഷ്ടങ്ങൾക്കും ഞാൻ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു. അത് അവൻ കള്ളു കുടിച്ചു കാണും. പക്ഷെ അതിന്റെ പേരിൽ എനിക്ക് 1 രൂപ പോലും നഷ്ടം വന്നിട്ടില്ലല്ലോ. അപ്പൊ അതാണ് വില്ലേജ് ഓഫീസറുടെ മനസ്സിലിരിപ്പ്. കാശ് നഷ്ടം വന്നില്ല പിന്നെ എന്താവാലോ അല്ലേ എന്നല്ല പറഞ്ഞത്. നാട്ടുകാരോ അമ്മാവന് കള്ളുകൊണ്ട് കൊടുത്തപ്പോ അമ്മാവൻ കുടിച്ചുപോയി. അയ്യോ, അതൊരു അബദ്ധം പറ്റിയതാ. നാട്ടുകാരും മോഹനേട്ടൻ കള്ളു കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ അത് കുടിക്കോ? ഇല്ല. കള്ളു കുടിക്കണോ വേണ്ടോ എന്നൊക്കെ സ്വയമായി തീരുമാനിക്കാനുള്ള പ്രായം അപ്പൊ അമ്മാവനും ആയേ. നിനക്ക് എന്താ വേണ്ടത്? അമ്മാവന് പറഞ്ഞുകൊണ്ടായിരിക്കും. എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇന്നലെ ഇവിടെ ഇരുന്ന് കുടിച്ചോണ്ട് നാട്ടുകാരും അറിയാതെ രക്ഷപ്പെട്ടു. നാട്ടുകാരുടെ മുന്നിൽ ഇപ്പോഴും അമ്മാവൻ വലിയ സാമിയാണല്ലോ. സാമി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഇന്നും ആരെങ്കിലും കള്ളുമായിട്ട് കൊണ്ട് കയറി വരാതിരുന്നാ മതി. ഇതാരാണ്? സാമിയെ കാണാനായി വരുന്നാണോ എന്തോ? നമസ്കാരം. ഇത് വില്ലേജ് ഓഫീസർ മോഹനേഷ സാറിന്റെ വീടല്ലേ? രക്ഷപ്പെട്ടു. വില്ലേജ് ഓഫീസറെ കാണാൻ വേണ്ടി വന്നതാ. ഞാനാ കെ മോഹനേഷ സാർ. എന്താ കാര്യം? സ്വാമി വേലായുധന് ഇവിടല്ലേ താമസിക്കുന്നത്? സ്വാമി ഒന്ന് കാണാൻ വന്നതാ. സ്വാമി ഇവിടെ ആയിരുന്നു താമസം, പക്ഷെ ഇവിടെ ഇല്ല. ഇന്ന് രാവിലെ പോയി. എങ്ങോട്ട്? ജപ്പാനിലേക്ക്. ജപ്പാനിലേക്കോ? സ്വാമിക്ക് അവിടെ ഒരുപാട് ആരാധകരുണ്ടല്ലോ. അദ്ദേഹം ഭയങ്കര സ്വാമിയാണല്ലോ. ഇനി എന്നാ തിരിച്ചു വരിക? അല്ല, അതങ്ങനെ പറയാൻ പറ്റില്ല. ജപ്പാനിൽ നിന്ന് ചിലപ്പോ ചൈനയിലേക്ക് പോകും, പിന്നെ അഫ്ഗാനിസ്ഥാൻ, റഷ്യ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് പോകാനുണ്ടല്ലോ. അടുത്ത കാലത്തും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഇന്നലെ വന്നാ മതിയായിരുന്നു. വലിയ നഷ്ടമായി പോയല്ലോ. എന്നാ പിന്നെ ഞാൻ വരട്ടെ? അതെ, ഇനി വരണമെന്നില്ല. വന്നിട്ട് കാര്യമില്ല. അപ്പൊ ഇന്നലത്തെ കൊണ്ട് തീർന്നില്ലായിരുന്നു. ഇനിയും ഒരുപാട് പേര് വരാനുണ്ട്. ഓനട്ടാ, സ്വാമി വേലായുധാനന്ദ തിരുവടികൾ എന്നൊരു ബോർഡ് എഴുതി നമുക്ക് ഇവിടെ വെച്ചാലോ? ഇപ്പോഴത്തെ കാലത്ത് ജ്യോത്സ്യത്തിനാണ് നല്ല മാർക്കറ്റ്. നല്ല പൈസ കിട്ടും. ഫോൺ അടിച്ചത് കൊണ്ട് ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല. ഹലോ, അതെ, മോഹനകൃഷ്ണന്റെ വീടാണ്. ഉവ്വ്, പറഞ്ഞോളൂ. ഞാൻ തന്നെയാണ് ആ സ്വാമി. നേരിട്ടോ? അതിനെന്താ? വേണ്ട വേണ്ട, ഇങ്ങോട്ട് വരണ്ട. ഞാനൊരു അരമണിക്കൂർ കഴിയുമ്പോ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ കാണും. ആരായിരുന്നു? ഏതോ ഒരു രാജേന്ദ്രൻ.
അയാളുടെ ജാതകത്തിൽ എന്തോ പിശകുണ്ട്. പരിഹാരം പറഞ്ഞു കൊടുക്കണമെന്ന്. ഞാൻ പറഞ്ഞു ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാണെന്ന്. അല്ല, അമ്മാവൻ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുന്ന എന്തിനാ? വെറുതെ എത്ര സമയം എന്ന് പറഞ്ഞാ വീട്ടിലിരിക്കുന്നേ, പുറത്തൊക്കെ ഒന്ന് ചുറ്റിയിട്ട് വരാം. കള്ളുടിക്കാനുള്ള പോക്കായിരിക്കും. അല്ല അമ്മാവ, ഭാമ ഇപ്പൊ നിന്റെ ചെവിയിൽ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മദ്യപിക്കാൻ പോവുകയാണെന്നല്ലേ? അത് ശരിയല്ല. മദ്യപാനം നിർത്തിയെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞത് സത്യമാ. ഒരു കാരണവശാലും ഇനി ഞാൻ കുടിക്കില്ല. എങ്കിൽ പിന്നെ ഇപ്പൊ പുറത്തു പോകുന്ന എന്തിനാ അമ്മാവ? അമ്മാവനിരിക്കും, ഞാൻ ചായ എടുക്കാം. കഴിക്കാനായി നല്ല ഇഡ്ഡലിയും ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വേണ്ട. ഇന്നു മുതൽ ഞാൻ ഒരു നേരമേ ഭക്ഷണം കഴിക്കൂ. അത് ഉച്ചയ്ക്കാവട്ടെ. അയ്യോ, രാവിലെ അങ്ങനെ ഒന്നും കഴിക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണമായി പോയില്ല അമ്മാവ? സത്യഭാമേ, നമ്മുടെ രാജ്യത്ത് എത്ര ലക്ഷം പേർ ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാതെ ജീവിക്കുന്നു എന്നറിയാമോ? അവരൊന്നും തലകറങ്ങി വീഴുകയും ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ 3 നേരവും വയറു നിറയെ കഴിക്കുന്നത് ധൂർത്തല്ലേ? സഹജീവികളുടെ പ്രയാസം മനസ്സിലാക്കി അവരോട് സ്നേഹമായി പെരുമാറുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഉത്തമ മനുഷ്യരാകുന്നത്. അങ്ങനെയല്ലേ മോഹനകൃഷ്ണ? അങ്ങനെ തന്നെയാ. അപ്പോ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. നടന്നാലും അമ്മാവൻ പറഞ്ഞത് എത്ര ശരിയാണെന്നറിയാമോ? കോടിക്കണക്കിന് ആളുകളാ നമ്മുടെ നാട്ടിൽ പട്ടിണി കിടക്കുന്നത്. നമ്മളെപ്പോലുള്ളവർ അതൊന്നും ശ്രദ്ധിക്കാതെ 3-4 നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് സുഖമായിട്ടങ്ങ് ജീവിക്കുന്നു. എന്തൊരു തെറ്റാണത്! കുറച്ചുകൂടെ നേരത്തെ തിന്നലുണ്ടാവുമായിരുന്നെങ്കിൽ ഇഡ്ഡലി വെറുതെ ഉണ്ടാക്കണ്ടായിരുന്നു. ഇതിപ്പോ ഞാൻ മാത്രം കഴിച്ചാൽ ഒരുപാട് ബാക്കി വരില്ലേ? ഞാൻ കഴിക്കുന്നുണ്ട്. ഞാൻ കരുതി അമ്മാവിന്റെ സിദ്ധാന്തങ്ങൾ മോഹനേട്ടൻ ജീവിതത്തിലേക്ക് പകർത്താൻ പോവാണ്. അല്ലെങ്കിൽ തന്നെ ഒരു കാവ്യുടുപ്പിന്റെ കുറവേ ഉള്ളൂ. ഉപദേശമൊക്കെ ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാ. എന്തോ ഇപ്പൊ നീ പറഞ്ഞ ധിക്കാരാ. അമ്മാവൻ ഇന്നലെ കള്ളു കുടിച്ചു പോയി എന്നതുകൊണ്ട് ഇന്ന് അമ്മാവൻ പറയുന്നതൊക്കെ തെറ്റാണ് എന്ന് നീ കരുതരുത്. അമ്മാവന്റെ ഉള്ളിൽ ഒരു യോഗിയുണ്ട്. അതുകൊണ്ടല്ലേ ആഹാരം പുല്ലുപോലെ വേണ്ടെന്ന് വെക്കാൻ പറ്റിയത്? ഒരു നേരം ഭക്ഷണം കഴിക്കാതിരിക്കാൻ നിനക്ക് പറ്റുമോ? ഞാൻ ഇതുവരെ അതിന് ശ്രമിച്ചു നോക്കിയിട്ടില്ല. കാരണം ഇതുവരെ എനിക്കതിന് ആവശ്യം വന്നിട്ടില്ലല്ലോ. ബെല്ലടി തുടങ്ങി. എന്നും ഈ റോഡിൽ വരുമ്പോഴാണ് ഇത് ആരുടെ? ഹലോ, സുകുമാരൻ, ഞാൻ നിന്നെ വിളിക്കാതിരിക്കായിരുന്നു. സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ടുണ്ടേ. ഒരു 250 രൂപയായിട്ട് ഉച്ച കഴിഞ്ഞ് ചെല്ലപ്പൻ ചേട്ടന്റെ ബാർബർ ഷാപ്പ് കടയില്ലേ, അങ്ങ് വന്നാൽ മതി. ഞാൻ അവിടെ കാണും. എന്തേ? അയ്യോ, 250 രൂപ 1 രൂപ കുറയ്ക്കല്ലേ സുകുമാര? അത്രയും കഷ്ടപ്പെട്ടതാണ് ഞാൻ. ശരി ശരി ശരി. കാര്യം നടന്ന് കഴിയുമ്പോ എല്ലാവർക്കും പിശുക്ക്. ഇതാണ് നമുക്ക് ഇഷ്ടപ്പെടാത്തത്. മോഹനേഷ് സാറിന്റെ അമ്മാവനല്ലേ ഇത്? രാവിലെ ഇത് എങ്ങോട്ടാണോ എന്തോ. നമസ്കാരം സ്വാമി. നമസ്കാരം. ഞാൻ ഇന്നലെ തന്നെ വന്ന് കാണണമെന്ന് ഓർത്തതാണ്, പക്ഷെ സമയം കിട്ടിയില്ല. ഉത്തമൻ എന്നല്ലേ പേര്? അയ്യോ, എന്നെ എങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. ഇതൊക്കെ മനസ്സിലാക്കാനാണോ പാട്? സ്വാമി എങ്ങോട്ടാ? ഞാൻ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. ജംഗ്ഷനിലോട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്കൂട്ടറിൽ വിടാം. വേണ്ട, എനിക്ക് നടക്കുന്നതാണ് ഇഷ്ടം. അമ്മാവനും മോഹനേഷ് സാറിന്റെ അതേ സ്വഭാവക്കാരനാണല്ലോ. മോഹനേഷ് സാറും ഇങ്ങനെയാ, കാറിൽ സ്കൂട്ടറിൽ ഒന്നും കയറില്ല. ചെറുപ്പത്തിലേ ഞാൻ ഇങ്ങനെയായിരുന്നു. മോഹനകൃഷ്ണൻ ഇതൊക്കെ എന്നെ കണ്ടു പഠിച്ചതാ. ഉത്തമൻ ആളൊരു പരസഹായിയാണെന്ന് എനിക്കറിയാം. മനുഷ്യരായാൽ അങ്ങനെ വേണം. പറ്റുന്നിടത്തോളം ആളുകളെ സഹായിക്കുക. സത്യത്തിൽ മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം തന്നെ നിസ്വാർത്ഥമായ പരസഹായമാണ്. ഉത്തമൻ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് പകരമായി അത്യാവശ്യം വരുമ്പോ ദൈവം ഉത്തമനെ സഹായിക്കും.
സ്വാമി പറഞ്ഞതുപോലെ തന്നെ വലിക്കട്ടെ. ഈ ഹിമാലയത്തിലായിരുന്നല്ലേ പറഞ്ഞത്? അവിടെ ഇപ്പൊ തണുപ്പ് എങ്ങനെയുണ്ട്? അവിടെ എപ്പോഴും തണുപ്പാണല്ലോ. പക്ഷേ നമ്മൾ അതൊന്നും അറിയാറില്ല. കാരണം ഈശ്വരനെ മാത്രം ധ്യാനിച്ച് ഒറ്റ തപസ്സല്ലേ. ഒറ്റ ഇരിപ്പിന് 3-4 മാസം വരെ തപസ് ചെയ്ത് കളയും. അപ്പൊ ഭക്ഷണം ഭക്ഷണമൊക്കെ ഈ ശരീരത്തിന്റെ ആവശ്യമല്ലേ. ഞാൻ അന്വേഷിക്കുന്നത് ആത്മീയമായ ആനന്ദമാണ്. എവിടെ പെട്ടു വരുന്നു രാവിലെ? അല്ല, എനിക്ക് ഗോപാലൻകുട്ടി ചേട്ടന്റെ വീട് വരെ പോണം. ഓ ശരി ശരി, ഞാൻ അന്ന് അങ്ങോട്ട് ഇറങ്ങട്ടെ. നിക്കൂ. നിങ്ങളുടെ മുഖത്ത് ഒരു സങ്കടം ഞാൻ കാണുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ, അതെങ്ങനെ മനസ്സിലായി? എന്റെ ഭാര്യ ആശുപത്രിയിലാ. ഉത്തമ, ഇതാരാ? നമ്മുടെ മോഹനേഷ് സാറിന്റെ അമ്മാവനാ. ഹിമാലയത്തിൽ തപസ്സായിരുന്നു. ആള് ഭയങ്കരനാണ് സ്വാമി. സത്യം പറയാലോ സ്വാമി, ഭാര്യ ആശുപത്രിയിലാ. ചികിത്സയ്ക്ക് മരുന്നിനുള്ള കാശില്ലാതെ നക്ഷത്രം എണ്ണുവാ ഞാൻ. നിങ്ങളുടെ മുഖത്തു നിന്നും ഞാനത് വായിച്ചു. ഇതാ 100 രൂപയുണ്ട്. ഇത് വച്ചോളൂ. അല്ല, ഇത് ആവശ്യക്കാർക്കല്ലേ പണം വേണ്ടത്. സർവസംഘ പരിത്യാഗിയായ എനിക്കെന്തിനാ കാശ്? ഇത് കൊണ്ടുപോയി ഭാര്യയ്ക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കൂ. ശരി സ്വാമി. ഇതൊന്നും എനിക്കിഷ്ടമല്ല. പ്രതിഫലം പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യുകയാണ് എന്റെ ജോലി. ആയുഷ്മാൻ ഭവ. എന്ത് നല്ല മനുഷ്യൻ. മോഹനേഷ് സാറിനെ പോലെ തന്നെ. വാസ്തവം, നല്ല മനുഷ്യനാ. ആ മോഹനോട് എത്രയോടൊന്ന് വിഷമം അറിയോ? മണി 9 പോലും ആയില്ലല്ലോ. ഇത്ര രാവിലെ എവിടേക്കാ? ഞാൻ നിന്നെ പോലെ അല്ല. എല്ലാ കാര്യങ്ങളും അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കുക എന്നുള്ളതാണല്ലോ നിന്റെ പരിപാടി. 10:30 കോടതിയിൽ പോകണമെങ്കിൽ നീ 10:20 വേഷം മാറും. ഞാൻ അങ്ങനെയല്ല. നേരത്തെ ഡ്രസ്സ് മാറിയിരിക്കും എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? വീട്ടിലെ ജോലിയെല്ലാം തീർക്കണ്ടേ? ആ മോഹനേട്ടന്റെ വീട്ടിൽ പ്രത്യേകിച്ച് തൊഴിലൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ പാടെ ഷർട്ടും മുണ്ടുമൊക്കെ എടുത്തിട്ട് സുന്ദരനായിട്ട് ഇങ്ങനെ ബലം പിടിച്ചിരിക്കാം. എന്നെ കൊണ്ടത് പറ്റില്ലല്ലോ. വേണമെന്ന് വെച്ചാൽ നിനക്കും അത് പറ്റും. പക്ഷേ നീ വേണമെന്ന് വെക്കില്ല. ആ അമ്മാവൻ ഒരു നേരമേ ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞ് നീ കേട്ടല്ലോ. അപ്പോ ആ ഒരു നേരത്തെ ഭക്ഷണം വായിൽ വെച്ച് കഴിക്കാൻ കൊള്ളാവുന്നതായിരിക്കണം. വായ്ക്ക് രുചിയായിട്ടൊന്നും വെക്കാൻ അറിയാത്ത ഈ വക്കീലിനെ കല്യാണം കഴിച്ചത് എന്തിനാ മോഹനകൃഷ്ണ എന്ന് അമ്മാവനെ കൊണ്ട് വെറുതെ ചോദിപ്പിക്കരുത്. ഏടാ, അങ്ങനെ ഒന്നും വെക്കാൻ അറിയാത്ത ഞാൻ വെച്ചുണ്ടാക്കുന്നത് കഴിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായില്ലേ? ഇതുവരെ വില്ലേജ് ഓഫീസർക്ക് ക്ഷീണം പലതും ഉണ്ടോ? ആ ഞാൻ 10 കോടതി പോവും. അതിനു മുന്നേ നാടിയൂട്ടിലേക്ക് തീർത്ത അമ്മാവൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിക്കാനുള്ളത് കാണിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ അമ്മാവൻ തന്നെ ഒക്കെ കണ്ടുപിടിച്ച് കഴിക്കേണ്ടി വരും. എന്റെ അമ്മാവനെ നീ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പിന്നെ പരാതി പറയരുത്. ഇന്നെങ്കിലും എനിക്ക് കോടതി പോയേ പറ്റൂ. സാറേ, ആ ഉത്തമനാണല്ലോ. എന്റെ ഈശ്വര, അമ്മാവൻ വെറുതെ ഒപ്പിച്ചാണോ? അമ്മാവായി ഒന്നും ഒപ്പിച്ചിട്ടൊന്നുമില്ല. വെറുതെ നീ ആയിട്ട് പറഞ്ഞ ഓരോന്നും ഉണ്ടാക്കായിരുന്നാ മതി. ഇന്നലെ അമ്മാവൻ കള്ളുകുടിച്ച കാര്യം ഉത്തമനോട് പറയരുത്. നമസ്കാരമുണ്ട് സാർ. നമസ്കാരം. സാറിന്റെ അമ്മാവനെ ഞാൻ വഴി വെച്ച് കണ്ടു. സത്യം പറഞ്ഞ വലിയ യോഗിയായ ഒരു അമ്മാവൻ വരുന്നു എന്ന് സാറ് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്താ ഉത്തമ? സാറേ, എന്തൊക്കെ അറിവും വിവരവും ആ അമ്മാവന്. എന്നോട് പറഞ്ഞു, മനുഷ്യരുടെ കടമ മറ്റുള്ളവരെ സഹായിക്കുന്നത് മാത്രമാണ്. ഞാൻ അങ്ങനൊരാളാണ് എന്ന്. സാറേ, ഈ നാട്ടിൽ ഞാൻ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സഹായിക്കാത്ത ഒരാളുണ്ടോ? ചുമ്മാതല്ലല്ലോ. എന്ത് ചെയ്താലും ഉത്തമനത്തിന് കമ്മീഷൻ വാങ്ങാറില്ലേ? അപ്പൊ പിന്നെ അതെങ്ങനെ സഹായമാവുന്നത്? അല്ല, ഞാൻ കമ്മീഷൻ വാങ്ങാറുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ അതൊക്കെ ഒരു നിസ്സാര പൈസയല്ലേ. പിന്നെ ഞാൻ നിങ്ങൾക്ക് 2 പേർക്ക് ചെയ്തു തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഉപകാരത്തിന് ഞാൻ ഇതുവരെ പൈസ വാങ്ങിച്ചിട്ടുണ്ടോ? പിന്നെ ഉണ്ടല്ലോ സാറേ, ഞാൻ സാറിന്റെ അമ്മാവനും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ നമ്മുടെ പാണക്കാട്ടത്തെ ചെന്താമരാക്ഷായി അതുവഴി നടന്നു വന്നു. അവനോട് അമ്മാവൻ ചോദിച്ചു, എന്തോ ദുഃഖം അലട്ടുന്നുണ്ടല്ലോ ചെന്താമരാക്ഷ എന്ന്.
ഉടനെ അവൻ പറയാണ്, സാറേ കെട്ടിയോള് ആശുപത്രിയിലാണ്, മരുന്നിന്റെ പൈസയുടെ കാര്യം ഓർത്തിട്ടുള്ള സങ്കടത്തിലാണ് എന്ന്. ഉടനെ അമ്മാമ്മ പോക്കറ്റിൽ നിന്ന് ഒരു 100 രൂപ എടുത്ത് ഭാര്യയ്ക്ക് മരുന്ന് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞോണ്ട് കൊടുത്തു. 100 രൂപ? ചെന്താമരാക്ഷന് ഭയങ്കര സന്തോഷമായി. അവനെ സാറേ ഈ അമ്മാവന്റെ കാല് തൊട്ട് നമസ്കരിച്ചിട്ടാണ് പോയത്. ചുമ്മാ 100 രൂപ കിട്ടുവാണെങ്കിൽ കാല് തൊട്ട് നമസ്കരിക്കില്ലെന്നല്ല, കാല് തിരുമ്മി കൊടുക്കാൻ പോലും ആൾക്കാരെ കിട്ടും. അതെന്താണ് സാറേ വക്കീലിനെ ഒരു അനിഷ്ടം? അമ്മ വന്നത് പിടിച്ചില്ലേ? പിടിക്കില്ലല്ലോ. ഒന്നാമത് വന്നിരിക്കുന്നത് എന്റെ അമ്മാവനാണല്ലോ. എന്നെ അവക്ക് ഈ ആത്മീയ കാര്യങ്ങളൊന്നും ഒരു വിവരവും ഇല്ല. അതുകൊണ്ട് തന്നെ സന്യാസിമാരെയും സ്വാമിമാരെയും ഒന്നും അവൾക്ക് ഒരു ബഹുമാനവും ഇല്ല. അവളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത് കോടതിയും മജിസ്ട്രേറ്റുമാരും വക്കീലുമാരൊക്കെ. ബുദ്ധിയില്ലാത്തൊരു ദോഷം. പക്ഷെ വക്കീലിന് എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ ഒരു അമ്മാവനുള്ളത് സാറിന്റെ ഭാഗ്യം. ഒറ്റ നോട്ടത്തില് ഭാവി പറയാൻ പറ്റുന്ന ഒരാൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തോന്ന് സാറേ പേടിക്കുന്നേ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സാറേ, കുറച്ച് തിരക്കുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ വൈകിട്ട് വരാം. അപ്പൊ ഈ അമ്മാവനോട് വളരെ വിശദീകരിച്ച് സംസാരിക്കുകയും ചെയ്യാം. ഇറങ്ങട്ടെ സാറേ. ആ ശരി. അമ്മാവ സ്വാമി, നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്ന അമ്മാവനോട് അവക്ക് പുച്ഛം. ഇതിങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഭാവേ, ഈ ലോകത്ത് നീ മാത്രമേ എല്ലാം തികഞ്ഞതായിട്ടുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം വിഡ്ഢികളാണ് എന്നൊരു ധാരണ നിനക്കുണ്ട്. അത് തെറ്റാണ്. എനിക്ക് അങ്ങനെ ഒരു ധാരണയേ ഇല്ല. മോഹനേട്ടനോട് ആരാണ് ഈ കല്ല് വെച്ച് നുണ പറഞ്ഞു തന്നത്? ആരും പറയേണ്ട കാര്യമില്ലല്ലോ. അമ്മാവൻ ഉത്തമനെ പറ്റി നല്ലത് പറഞ്ഞു എന്ന് പറഞ്ഞ് കേട്ടപ്പോഴേ നീ എതിർത്തു. എന്തുകൊണ്ടാണ്? ഉത്തമനെ അംഗീകരിക്കാനുള്ള നിന്റെ മടി. അതിന് നീ പറഞ്ഞ ന്യായം ഉത്തമൻ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്താൽ അതിന് കമ്മീഷൻ വാങ്ങും എന്ന്. ഞാൻ പറഞ്ഞ എന്താ സത്യമല്ലേ? അത് കഴിഞ്ഞ് അമ്മാവൻ ചെന്താമരാക്ഷനെ കണ്ടു എന്നും അവന് പൈസ കൊടുത്തുവെന്നും ചെന്താമരാക്ഷൻ അമ്മാവന്റെ കാൽക്കൽ വീണ് വന്നിച്ചു എന്നും കേട്ടപ്പോ നീ അടുത്ത ന്യായം കൊണ്ടുവന്നു. 100 രൂപ കിട്ടുമെങ്കിൽ കാൽക്കൽ വീണ് വന്നിക്ക മാത്രമല്ല, വേണമെങ്കിൽ കാല് തിരുമ്മി കൊടുക്കുകയും ചെയ്യുമെന്ന്. 100 അല്ല, 1000 രൂപ തന്നാലും ഞാൻ ആരുടെയും കാല് പിടിക്കുകയില്ല, കാല് തിരുമ്മി കൊടുക്കുകയില്ല. മോഹനന്റെ ഇത് ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ? വെറുതെ ഒരാൾക്ക് ഒരു 100 രൂപ കൊടുത്തു എന്ന് കേട്ടപ്പോ ഞാനൊരു അഭിപ്രായം പറഞ്ഞല്ലേ ഉള്ളൂ. ഇതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഞാൻ മോഹനേട്ടന്റെ കാല് പിടിച്ചപ്പോഴൊന്നും മോഹനേട്ടൻ എനിക്കൊരു 10 പൈസ പോലും തന്നിട്ടില്ല. പിന്നെ മറ്റുള്ളവരെ അംഗീകരിക്കാൻ എനിക്ക് മടിയാണെന്നുള്ളത്. എനിക്കൊരു മടിയില്ല. അംഗീകരിക്കേണ്ട ആളുകളെ ഞാൻ അംഗീകരിക്കാറുണ്ട്. അല്ലാതെ 100 രൂപ തരുന്നതിന്റെ പേരില് ഞാൻ ആരെ അംഗീകരിക്കാറില്ല. നീ എന്നെ അംഗീകരിക്കാറില്ലല്ലോ. മോഹനേട്ടൻ മാന്യമായി പെരുമാറുകയും വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെയും ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്. തിരിച്ച് മോഹനേട്ടൻ എന്താണ് ചെയ്യാറുള്ളത്? ഞാനിപ്പോ ബഹിരാകാശത്ത് പോയി തിരിച്ചു വന്നാലും മോഹനേട്ടനെ അംഗീകരിക്കില്ല. ബഹിരാകാശത്ത് പോകുന്നതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറയും. മോഹനേട്ടനെ കണക്കിന് ലോകത്ത് ഒരൊറ്റ കാര്യം മാത്രമേ വലുതായിട്ടുള്ളൂ. വില്ലേജ് ഓഫീസിൽ ചെന്ന് കരം തീർത്ത് രസീത് കൊടുക്കുക. ബാക്കിയെല്ലാം നിസാര കാര്യങ്ങളാണ് അല്ലേ? എന്റെ അമ്മാവന് നാട്ടിലൊരു നല്ല പേരുണ്ടാകുന്ന കണ്ടിട്ട് നിനക്ക് സഹിക്കുന്നില്ല എന്നങ്ങ് പറ. മോഹനകൃഷ്ണ സാറിനെ പോലെയാണ് സാറിന്റെ അമ്മാവനും എന്ന് നാട്ടുകാർ പറയും. പലരും അതിപ്പോ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് തന്നെ ഉത്തമനും വന്ന് പറഞ്ഞതാണല്ലോ. ഇനി നാട്ടുകാരെല്ലാം അത് പറയും. നോക്കോ. ആദ്യം പോയിട്ട് ആ ഫോൺ എടുക്ക്. നല്ലത് പറയാനായിട്ട് ആരെങ്കിലും വിളിക്കുന്നതായിരിക്കും. ചെല്ല്. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. എന്താ മാധവൻകുട്ടി? അതെയോ? അതിനിപ്പോ എന്തുണ്ടായി? അത് പിന്നെ എന്റെ അമ്മാവനല്ലേ, അങ്ങനെയല്ലേ വരൂ. ശരി, എന്നാലും മാധവൻകുട്ടി അത് വിളിച്ചു പറഞ്ഞപ്പോ ഒരു സന്തോഷം. പലചരക്ക് കടയിലെ മാധവൻകുട്ടിയാ.
അമ്മാവനെ പോലെ അമ്മാവനുണ്ടായതിൽ ഞാൻ അഭിമാനിക്കണം എന്ന്. നാട്ടുകാർക്ക് മുഴുവൻ അമ്മാവനോട് വളരെയധികം ബഹുമാനമാണ്. ഇപ്പൊ അതിന് മാത്രം എന്താ ഉണ്ടായത്? കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ അമ്മാവനോട് സംസാരിക്കാൻ ആളുകൾ ഇങ്ങനെ തള്ളിക്കൂടുക. എല്ലാവരോടും അമ്മാവൻ വലിയ വലിയ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അമ്മാവന്റെ വിവരം കേട്ടറിഞ്ഞ് ഒരുപാട് പേർ പല സ്ഥലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ചായക്കടയിൽ. സാറേ എന്താ? ആ ഉത്തമന. സാർ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ പാഞ്ഞു വരികയായിരുന്നു. എന്താ തുമാ? എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഴുവനായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിലോട്ടാണ് പോയത്. അല്ല എന്താ ഉത്തമ കാര്യം? അല്ല സാറിന്റെ അമ്മാവൻ ഇവിടെ നിന്ന് കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിലോട്ടല്ലേ പോയത്. അമ്മാവനെ കണ്ടതും ചായക്കടയിലെ ആളുകൾ അങ്ങ് കൂടി. എല്ലാവർക്കും അറിയേണ്ടത് അവരുടെ ഭാവിയെ പറ്റിയാണ്. പറഞ്ഞു വരുമ്പോ എല്ലാവർക്കും പ്രശ്നങ്ങളാണല്ലോ. ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ കേട്ട് കേട്ട് അമ്മാവന്റെ കണ്ണങ്ങ് നിറഞ്ഞു. മറ്റുള്ളവരുടെ കാര്യത്തിൽ വലിയ സഹതാപമുള്ള ആളാണല്ലോ ഈ അമ്മാവൻ. അമ്മാവ കൃഷ്ണൻകുട്ടിയോട് പറഞ്ഞു, കൃഷ്ണൻകുട്ടി ഈ പാവ സുകുമാരന് ഒരു ചായയും കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കൂ എന്ന്. അയ്യോ ഈ തോമസ് കുട്ടി ആകെ കഷ്ടപ്പാടിലാണല്ലോ. തോമസ് കുട്ടിക്ക് പുട്ടും പഴവും കൊടുക്കൂ ആവശ്യത്തിന്. അയ്യോ ദിവാകരൻ വീട്ടുകാര്യം നോക്കാൻ പോലും കാശ് തികയുന്നില്ല. ബെറോട്ടയും മുട്ടയും കൊടുക്കൂ ദിവാകരന് എന്നൊക്കെ. ചുരുക്കി പറഞ്ഞ ഞാൻ ചെല്ലുമ്പോഴേക്ക് നാട്ടിലുള്ള മിക്കവാറും പേർക്ക് ഈ അമ്മാവ എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുത്ത് കഴിഞ്ഞു. സംഭവം അറിഞ്ഞ് പിന്നെയും പുതിയ പുതിയ ആളുകൾ ഇങ്ങനെ ഓടിക്കൂടെയാണ്. ഇതിനിടയ്ക്ക് കൃഷ്ണൻകുട്ടി അമ്മാവനോട് ചോദിച്ചു, ഇതിന്റെയൊക്കെ പൈസ എങ്ങനെയാണ് സ്വാമി എന്ന്. അപ്പൊ അമ്മാവൻ പറയാണ്, അതൊക്കെ മോഹനകൃഷ്ണൻ തരുമല്ലോ. മറ്റുള്ളവരുടെ പ്രയാസമൊക്കെ കേട്ട് കഴിഞ്ഞാൽ സഹായിക്കുന്ന ആളാണല്ലോ ഈ മോഹനകൃഷ്ണൻ. ആർക്കും എന്തു വേണമെങ്കിലും വാങ്ങി കൊടുത്തോളൂ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ അമ്മാവൻ. പിന്നല്ലാതെ സാറേ ഞാൻ കയറി ചെന്ന പാടെ കൃഷ്ണൻകുട്ടി എന്നെ വിളിച്ച് പറയാണ്, ഇതുവരെ 2450 രൂപയായി, കടയിലെ സാധനങ്ങൾ തീരാറായി എന്ന്. മോഹനേഷ് സാർ ആഫീസിൽ പോകുന്നതിന് മുമ്പേ ഈ കാശ് ഒന്ന് വാങ്ങിച്ച് തരണേ ഉത്തമ എന്നും. ആൾക്കാരെ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സഹായം ഉണ്ടോ സാറേ? 2450 രൂപ കുറച്ച് കൂടുതലായി പോയില്ലേ വക്കീലെ? ഈ 2450 ഞാൻ കൊടുക്കണോ? പിന്നെ ആര് കൊടുക്കാൻ? സാറിന്റെ അമ്മാവനല്ലേ എല്ലാം വാങ്ങിച്ചു കൊടുത്തത്. പക്ഷെ എന്നോട് വെച്ചിട്ടില്ലല്ലോ. അല്ല പൈസ ഇല്ല. കൃഷ്ണൻകുട്ടിയുടെ സ്വഭാവം അറിയാലോ. കാശ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ സ്വാമിയാണെന്നൊന്നും അവൻ നോക്കൂല. അമ്മാവനെ പിടിച്ചു വയ്ക്കോ അവിടെ. കഴിഞ്ഞ ആഴ്ച കാപ്പി കുടിച്ചിട്ട് കാശ് കൊടുക്കാത്ത തെങ്ങേറ്റക്കാരൻ ദാമോദരനെ കൊണ്ട് ഒരു ദിവസം മുഴുവനും അടുക്കളപ്പണി ചെയ്യിച്ച മോനാണ് ഈ കൃഷ്ണൻകുട്ടി. മോഹനേട്ടൻ അതുവഴി വന്നു. അപ്പൊ കാശ് സാറ് കൊണ്ട് തരുമെന്ന് ഞാൻ പറഞ്ഞില്ല. അല്ലെങ്കിൽ പിന്നെ സാറ് കൃഷ്ണൻകുട്ടി ഒന്ന് വിളിച്ച് പറഞ്ഞേരെ, കാശ് സാറ് എന്നെ കൊണ്ട് തന്നേക്കാന്ന് കാശ്. പെട്ടെന്ന് ഇല്ലെങ്കിൽ കാശ് മോഹനേട്ടാ, മോഹനേട്ടൻ അമ്മാവൻ നാട്ടിലൊരു നല്ല പേരുണ്ടാവുന്നത് എനിക്ക് സഹിക്കില്ല എന്ന് മോഹനേട്ടൻ പറഞ്ഞില്ലേ? ഇപ്പൊ ഈ പറഞ്ഞിട്ട് പോയ നല്ല പേരാണോ മോഹനേട്ടൻ ഉദ്ദേശിച്ചത്? മോഹനകൃഷ്ണ സാറിനെ പോലെയാണ് അമ്മാവനും എന്ന് നാട്ടുകാർ പറയുന്നു മോഹനേട്ടൻ പറഞ്ഞിരുന്നു. അതെന്തായാലും തെറ്റിപ്പോയി. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത മോഹനേട്ടൻ എവിടെ? നാട്ടുകാർക്ക് മുഴുവൻ വാരിക്കോരി കൊടുക്കുന്ന അമ്മാവൻ എവിടെ? ഓ, ഈ 2450 രൂപ ഒന്നെങ്കിൽ മോഹനേട്ടൻ കൊടുക്കണം, അല്ലെങ്കിൽ അമ്മാവൻ ഇന്ന് കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് അരിയാട്ടും. ഏതാ നല്ലത്? ഇനി വെറുതെ ആലോചിക്കാതെ ചെല്ലാൻ വൈകിട്ടുണ്ടെങ്കിലേ അമ്മാവൻ മോഹനേട്ടനും കൂടി വിൽക്കും. ഒരാളെ അന്തം വിട്ട് ന്യായീകരിക്കുന്നതിന് മുമ്പ് അയാൾ എന്തൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതാണ്. നാട്ടുകാരെ സഹായിക്കാൻ ഇറങ്ങിയ അമ്മാവൻ ഒരു പുലിവാലായി മാറുകയാണെന്ന് മോഹനകൃഷ്ണൻ ഇനിയെങ്കിലും തിരിച്ചറിയട്ടെ എന്ന് ആശംസിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.